പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനും യുഎസും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ നടക്കുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി. എന്നാൽ അതിനിടെ ആണവ ചർച്ചകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ സമയപരിധി നിശ്ചയിച്ച സാഹചര്യത്തിൽ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. തന്റെ പിൻഗാമികളെ അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും പറയപ്പെടുന്നു. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണറും പുതിയ ആണവ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ വ്യാഴാഴ്ച ജനീവയിൽ ഇറാനിയൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബോംബറുകൾ റെഡിയായി കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഖമേനി ഉപദേഷ്ടാവുമായ അലി ലാരിരാജിനി വിശ്വസിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഇറാൻ അത് നേരിടാൻ തയ്യാറാണെന്നാണ്. ഇറാൻ തീർച്ചയായും മുമ്പത്തേക്കാൾ ശക്തരാണ് എന്നും കഴിഞ്ഞ 7-8 മാസത്തിനുള്ളിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായും സ്വന്തം കുറവുകൾ കണ്ടെത്തി അവ പരിഹരിച്ചതായും ലാരിജാനി അറിയിച്ചു. സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുകയും സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കുകയും ചെയ്താൽ ഒരു കരാറിലെത്താനായി ആണവ പദ്ധതിയിൽ പുതിയ വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്ന് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു. ഇറാൻ US ചർച്ചയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. സമീപകാല ചർച്ചകൾ പ്രോത്സാഹജനകമായ സൂചനകൾ നൽകിയെന്ന് പറഞ്ഞ അദ്ദേഹം സാധ്യമായ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഇറാന്റെ സന്നദ്ധതയും ചൂണ്ടിക്കാട്ടി. അതിനിടെ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്താനോ വിദേശ രാജ്യത്തേക്ക് മാറ്റാനോ ഇറാൻ തയ്യാറായേക്കുമെന്ന സൂചനയുമുണ്ട്. US പങ്കാളിത്തത്തോടെയുള്ള സമ്പുഷ്ടീകരണ പദ്ധതി, അറബ് രാജ്യങ്ങളുടെ നിക്ഷേപം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറാൻ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നറിയുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ ഇളവുകൾക്ക് USഉം തയ്യാറാകുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള സൈനിക സന്നാഹങ്ങൾ US ശക്തമാക്കി. നിർണായക ഉപകരണങ്ങളെയും സൈനികരെയും വഹിച്ചുള്ള 9 ഭീമൻ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ US ബേസുകൾ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഡസൻ കണക്കിന് F-22 റാഫ്റ്റർ F-35 യുദ്ധവിമാനങ്ങളും ബോംബറുകളും ബേസുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ബഹറിലെയും ഖത്തറിലെയും ബേസുകളിൽ നിന്ന് 100 കണക്കിന് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചു. ഖത്തറിലെയും ബഹറിലെയും താവളങ്ങളിൽ നിന്ന് സൈനികരെ അമേരിക്ക അതിവേഗം ഒഴിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഖത്തറിലെ അൽ ഉദൈദ താവളത്തിൽ നിന്നും ബഹറിലെ നാവിക താവളത്തിൽ നിന്നും 100 കണക്കിന് സൈനികരെ ഒഴിപ്പിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരെയുള്ള സൈനിക നീക്ക ആശങ്ക ശക്തമാകുന്നതിനിടെയാണ് നീക്കം. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ പശ്ചാത്തലത്തിലാണ് അതിവേഗം സൈനികരെ ഒഴിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ, സിറിയ, ഇറാഖ് താവളങ്ങൾ സേനകൾ തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ അമേരിക്കയുമായി നടന്ന ചർച്ചയുടെ പുരോഗതി ഇറാൻ ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയുമായുള്ള ചർച്ചയിൽ പെടില്ലെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. തങ്ങളുടെ ആണവ സംവിധാനം ബോംബുകൾ കൊണ്ട് തകർക്കാനാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന ഇസ്രയേൽ ആവശ്യം ഇതോടെ ഇറാൻ അംഗീകരിക്കില്ലെന്ന് ഉറപ്പായി. ആണവ ചർച്ചകളിൽ ഇറാനുള്ള പിന്തുണ ഇന്നും റഷ്യ ആവർത്തിച്ചുറപ്പിച്ചു. 10 ദിവസത്തിനകം ധാരണയിലെത്തണമെന്നായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ച പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് മെഡിറ്ററേനിയൻ കടലിലെത്തി. അമേരിക്ക ഇറാൻ സംഘർഷ ആശങ്കകൾക്കിടെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുകയാണ് കുവൈറ്റ്. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അഹമ്മദ് സഭായുടെ അധ്യക്ഷതയിൽ സുപ്രീം ഡിഫൻസ് കൌൺസിൽ യോഗം ചേർന്നു. അമേരിക്ക ഇറാൻ വിഷയവും ഇതിനോട് ചേർന്ന മേഖലയിലെ പ്രധാന സംഭവവികാസങ്ങളും സാധ്യതകളും യോഗം ചർച്ച ചെയ്തു. പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരിടാൻ ഓരോ വകുപ്പുകളും സജ്ജമാണോ എന്നത് പരിശോധിച്ചു. പരസ്പരമുള്ള ഏകോപനം ശക്തമാക്കണമെന്ന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ മാസം സൈറൺ സംവിധാനം ട്രയൽ കുവൈറ്റ് നടത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഇത്. മിഡിൽ ഈസ്റ്റ് മേഖല ഒരു സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ട് ഒരുങ്ങുകയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം സർവകലാശാലകൾ കേന്ദ്രീകരിച്ചാണ് വീണ്ടും ഭരണകൂട പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത്. പുതിയ സെമസ്റ്റർ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഖമേനിക്കെതിരെ പോസ്റ്ററുകൾ ഉയർത്തിയും റിസ പെഹ്ലവി തിരിച്ചുവരണമെന്നും സർവകലാശാലകളിൽ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത്. പ്രക്ഷോഭകരെ സൈന്യം നേരിട്ടതോടെ നിരവധി പേർക്ക് പരിക്കേറ്റതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. മധ്യപൂർവ്വ ദേശത്ത് സമാധാനം വരണമെന്നാണ് ആഗ്രഹമെന്നും ഒരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ലെന്നുമാണ് ഇറാനെ ഏറെക്കുറെ പിന്തുണച്ച യൂറോപ്യൻ യൂണിയൻ നിലപാട് വ്യക്തമാക്കിയത്. നയതന്ത്രപരമായ പരിഹാരം ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും യൂറോപ്യൻ യൂണിയനും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.